വീട്ടിലിരിപ്പാണ് ഗോപേട്ട. കുളിക്കുന്നില്ലേ? കുളിക്കുന്നില്ലെന്നോ? വേണം. വേറെ തുണിയില്ലേ? ഇല്ല. ഇത് വല്ലാതെ മുഷിഞ്ഞു. ഞാൻ അലക്കിത്തരാം. ഈ ദുഃഖങ്ങളൊക്കെ കളയുന്നേ. ഈ ജന്മത്തിൽ അതിന് സാധിക്കും. ഒരച്ഛന്റെ മരണത്തിൽ ഇത്ര വലിയ സങ്കടം ഞാൻ കണ്ടിട്ടില്ല. ഒരച്ഛനും ഇങ്ങനെ മരിച്ചിരിക്കില്ല. ആരും എന്നോട് സംസാരിക്കുന്നില്ല. നീയെങ്കിലും അറിയാവുന്നത് പറയുമെന്ന് ആഗ്രഹിച്ചു. ഗോപിയേട്ടൻ ആത്മഹത്യക്ക് ശ്രമിച്ച ശേഷം ഞാനിവിടെ വന്നിട്ടില്ല. എന്തുകൊണ്ട്? പറയൂ, എന്തുകൊണ്ട്? പറയൂ മാലു, പറയാതെ ഞാൻ വിടില്ല. എന്റെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്ന് യാചിച്ചു. അമ്മ കരഞ്ഞു, നീ കരഞ്ഞു. ജേട്ടൻ മാലു ചേച്ചിയുമായി പിണങ്ങിയത്? ഞാൻ ആരുമായി പിണങ്ങില്ല. പിണങ്ങിയില്ലെങ്കിൽ ചേച്ചി അവിടെ തന്നെ നിൽക്കുവോ? തമാശ പറയല്ല, പിണക്കം ഇണക്കത്തിന്റെ തുടക്കമാണ്. നല്ല ചേച്ചാനക്ക് പാവം, ചേച്ചിയെ കരയിക്കരുതേ. ആ കുട്ടിക്ക് ഒരു പ്രേമത്തിന്റെ അസ്ഥ്യതയുണ്ട്. അങ്ങനെയുള്ളവരെ പോത്ത് കരയും പോലെ കാര്യം. പോത്തല്ല, കഴുത. രണ്ടും ഒന്ന് തന്നെ, ബുദ്ധിയില്ലാത്ത വർഗം. അപ്പൊ ഈ പ്രേമം എന്ന് പറഞ്ഞാൽ ചീത്തയാ? ചീത്തയൊന്നല്ല, പക്ഷേ ആരോഗ്യത്തിന് അതത്ര നല്ലതല്ല. ഉണ്ണിക്കൊരു കല്യാണ സദ്യ തരേണ്ടി വരുമല്ലോ എന്ന് കരുതിയാണ് ഗോപിയേട്ട മാറിക്കളഞ്ഞത്. വാ. ചേച്ചി കരഞ്ഞോ? ഇല്ല. അത് കണ്ണിൽ കരടി പോയതാ, അല്ല കരട് പോയതാ. ഗോപിയേട്ടൻ എങ്ങോട്ടാ പോയത്? ചോദിച്ചില്ല. പാവം, എത്ര അസ്വസ്ഥനാണ്. ആരുമില്ലാത്തതുപോലെ. എല്ലാരും ഉണ്ടല്ലോ. അതപ്പൊ കുഴപ്പം. എല്ലാവരും ഉണ്ട്, എന്നാ ആരുമില്ല. ഗോപിയേട്ടനെ എങ്ങനെ സഹായിക്കണമെന്ന് എനിക്ക് തന്നെ ഒരു രൂപം കിട്ടുന്നില്ല. ഈ ചേച്ചി മിണ്ടും പോയിക്കും കരഞ്ഞെന്തിനാ? എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് ചിരിക്കൂ. ഈ മോള് നാക്കെടുത്ത തമാശയെ പറയുള്ളൂ. തമാശക്കല്ലേ അതാ ചിരിച്ചു. ഞാൻ ചിരിച്ചത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തലവേദനയാണ്. എന്ത് ചെയ്യാം, അന്ധവിശ്വാസികളുടെ നാടായി പോയില്ലേ. അങ്കിൾ അമ്പലത്തിൽ പോയിട്ട് വരിക? അതെ, ഇവിടുത്തെ വിഡ്ഢിത്തം കണ്ടു നിന്നാൽ സമയം പോകുന്ന അറിയില്ല. ഞാൻ കുളിക്കാൻ പോട്ടെ. അമ്പലം കത്തിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ സഹിക്കും? ലക്ഷ്മിയമ്മ പാവമായതുകൊണ്ടാ, അല്ലെങ്കിൽ അദ്ദേഹം ഇത്രയ്ക്ക് ക്രൂരതയൊന്നും കാണിക്കില്ല. ഞാൻ എന്ത് ചെയ്യും? ആ മുഖത്ത് നോക്കി എതിർക്കാൻ
ഇന്നേ വരെ എനിക്ക് ധൈര്യം വന്നിട്ടില്ല. 2 പ്രസവിച്ചല്ലോ, അത് എതിർത്തിട്ടല്ലല്ലോ അല്ലേ ലക്ഷ്മിയമ്മേ? നീ അപ്പുറത്ത് കൂടി അദ്ദേഹത്തിന് ആഹാരമൊക്കെ എടുത്തു വെക്ക്. ആ, മാലു ഇനിയും വന്നിട്ടില്ല. ഞാനും പോട്ടെ, വീട്ടിലാരുമില്ല. കുടുംബം കാത്തുവന്ന ദേവിയാണ്. വേഗം പറയൂ. ഈ ഗ്രാമത്തിന്റെ സംരക്ഷകയാണ് ദേവി. അമ്മ ഇത് സഹിക്കില്ല. അമ്പലം തകർത്ത് ദേവി ഇവിടെ ഓടിച്ചളയാമെന്ന് വിചാരിക്കണ്ട. കൂടുതൽ ശക്തിയോടെ ദേവി ഇവിടെ വാഴുക തന്നെ ചെയ്യും. ഇതെന്റെ സ്ഥലമാണ്. അതിനൊന്നും ഞങ്ങൾ എതിര് പറഞ്ഞില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ദേവിക്കുമുള്ള സ്ഥലമല്ലേ ഇത്? അവിവേകം പറയരുത്. ഒരു കരിങ്കൽ പ്രതിമയെ കാറ്റും വെയിലും കൊള്ളാതെ സൂക്ഷിച്ചതുകൊണ്ട് വിവേകിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മേലാളിനെ പറ്റി സംസാരിക്കാൻ ആരും ഇങ്ങോട്ട് വരരുത്. അച്ഛാ, വെളിച്ചപ്പാട് ആത്മഹത്യ ചെയ്തു. അറിഞ്ഞു. അച്ഛനാണ് ആത്മഹത്യക്ക് കാരണം. അവനോട് ആത്മഹത്യ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. അച്ഛനെ അപമാനിച്ചത് ആ പാവത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ അവനെ പൂട്ട് പൂജിക്കണം. അവിവേകികൾ പലതും ചെയ്യും. അതിനാരും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എനിക്ക് ആ രംഗം കണ്ട് സഹിച്ചില്ല. നീ കേട്ടിട്ടുണ്ടോ? പുരോഗതിയുടെ പാത ബുദ്ധിശൂന്യന്മാരുടെ ശവശരീരം കൊണ്ട് നിറഞ്ഞതാണ്. സ്വന്തം വിശ്വാസങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കലാണ് പുരോഗമനമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഗോപി, ഗോപിയുടെ വീട്ടിലുണ്ടോ? ഞാൻ വരുമ്പോ അവിടെ മുറിയിൽ തന്നെ ഇരിപ്പുണ്ടായി. അമ്പലത്തിലേക്ക് ഒന്ന് വരാൻ പറയട്ടെ. ഹലോ, ഡോക്ടർ എറാടിയല്ലേ? മാധവ മേനോനാണ്. പെട്ടെന്ന് ഇതുവരെ വരണം. ഒരു സീരിയസ് മാറ്ററാണ്. ഉടനെ തന്നെ വരണം. ഓക്കെ, താങ്ക് യു.
വേലു, എന്തോ? വേഗം അങ്ങോട്ട് ചെല്ലൂ. അവൻ ആത്മഹത്യ ചെയ്തു. ആര്? അവൻ ആ മരത്തിന്റെ ചോട്ടിലുണ്ട്. വേഗം അങ്ങോട്ട് ചെല്ലൂ. ഞാൻ ഡോക്ടറെ കൂട്ടി വരാം. എന്താ? വരൂ, പറയാം. തോട്ടത്തിലേക്ക് പോവാം. എനിക്കറിയാവുന്നത് മുഴുവൻ ഞാൻ പറിച്ചു തരണം. മരത്തിൽ കാണാതെ കിട്ടില്ലെങ്കിൽ നീ പറഞ്ഞാൽ വേണമെങ്കിൽ. നല്ല രസമായിരിക്കും. മാലു, നീ വലുതായി പോയി. ഞാൻ വരട്ടെ അങ്കിൾ. നിൽക്കൂ കുട്ടി. നിന്നെ നോക്കി നിൽക്കാൻ ഒരു രസം. അങ്കിൾ, ഞാൻ ഈറം മാറിയിട്ടില്ല. അയ്യോ അങ്കിൾ, എന്റെ Gobita! 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 Gobita!